നമസ്കാരം. റിജക്റ്റഡ്, സോ യു സ്റ്റാർട്ടഡ് എ ന്യൂ റിലേഷൻഷിപ്പ്. പ്രണയത്തിലാണോ അതോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഉള്ള റിലേഷൻഷിപ്പാണോ? ചിലപ്പോൾ വീഡിയോ ഒരു സ്വല്പം നീണ്ടേക്കാം, എന്നാൽ കാണാതെ പോകരുത്. കാര്യം ഒന്നുകിൽ നിങ്ങൾ, അല്ലെ നിങ്ങളുടെ ചുറ്റുമുള്ളവർ, അല്ലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അല്ലെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് യൂത്ത് ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ഒരു വിഷയമാണ്. നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ്, നല്ല സ്നേഹമാണ്, ജീവിതത്തിൽ അയാളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നലാണ്. പക്ഷെ അയാൾ നിങ്ങളെ റിജക്റ്റ് ചെയ്തു. കാരണം അയാൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പോകാൻ താല്പര്യമില്ല. ആരായിക്കോട്ടെ, ഏത് സെക്സ് ആയിക്കോട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ, ഞാൻ കോമൺ ആയിട്ടാണ് പറയുന്നത്. ഉടൻ നിങ്ങൾ എന്ത് ചെയ്യും? ഉടൻ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ചാടും. എന്തിനു വേണ്ടി? സ്നേഹം കൊണ്ടാണോ? നിങ്ങൾക്ക് ഹർട്ടാകുന്നത് നിങ്ങളുടെ ഈഗോ ആണ്. ഒരാൾ നോ എന്ന് പറയുമ്പോൾ ഉടൻ നിങ്ങളുടെ ഈഗോ ഹർട്ടാവും. അപ്പോൾ പിന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടമാണ്. എനിക്കാരെയും കിട്ടും. എവിടെയാ പോയി വീഴുന്നത്? പല കുഴികളിലുമായിരിക്കും. ശരിയല്ലേ? ശരിക്കും നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അയാൾ നോ പറഞ്ഞാൽ ഉടൻ കളഞ്ഞിട്ട് പോകുന്നതാണോ യഥാർത്ഥ റിലേഷൻഷിപ്പ്? ശരി, അയാൾക്ക് വേണ്ട, ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കരുതോ? നിങ്ങളുടെ മനസ്സ് ശാന്തമായിട്ട് അതിൻ്റെ വരുംവരാഴികൾ, അല്ലെങ്കിൽ അതിൻ്റെ കുഴപ്പം എന്താ, എന്തുകൊണ്ട് അയാൾ എന്നെ റിജക്റ്റ് ചെയ്തു, ഓക്കെ. നിങ്ങൾക്ക് കുറച്ച് നാളൊന്ന് ആലോചിച്ചിരുന്നിട്ട് നിങ്ങൾക്ക് ഒരു നല്ല സമയം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ പീസായി സമാധാനത്തോട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പിൽ പോയാൽ പോലെ. വാശിക്ക് ജീവിതം കൊണ്ട് കളയരുത്. പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ, അല്ലെ പല വ്യക്തികളും ഈ പ്രശ്നത്തിൽ പെടുന്നത്. അവർ പ്രൂവ് ചെയ്യാൻ വേണ്ടി വേറെ റിലേഷൻഷിപ്പിൽ പോകും. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു കാലത്തും ചേരാൻ പറ്റാത്ത, അല്ലെ ഒരിക്കലും ഒരുമിച്ച് പോകാൻ പറ്റാത്ത റിലേഷൻഷിപ്പിൽ വാശിക്കാണ് ചേരുന്നത്. അത് കാലം അവരെ തെളിയിക്കും. പക്ഷെ നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതമായിരിക്കും. കാരണം അവരുടെ ഈഗോ ഹർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ഈ പരിപാടിക്ക് പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈഗോ ഹർട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കല്ലേ, നീ ഒന്ന് സമാധാനത്തോടെ ഇരിക്കുക. ശരിക്കും സ്നേഹം എന്താണ്? പറയൂ, എന്താണ് സ്നേഹം? ഇഷ്ടം വരുമ്പോൾ ഓരോരുത്തരെ ഇഷ്ടപ്പെടുക, അത് കഴിയുമ്പോൾ അടുത്ത ആളെ ഇഷ്ടപ്പെടുക, അതാണോ സ്നേഹം? നിന്റെ മനസ്സിൽ ആരെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? നിന്നെ ഇഷ്ടമുള്ള ഒരാൾ ഒരു കാലത്ത് നിന്നെ വിട്ടുപോകില്ല. ആ ആൾ നിന്നെ ഇഷ്ടപ്പെട്ടു വരും. അതുവരെ കാത്തിരിക്കുക. അല്ലാതെ നീ പുതിയ പുതിയ റിലേഷൻഷിപ്പിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി നടന്നാൽ നിന്റെ ജീവിതമാണ് നശിക്കുന്നത്. നിനക്ക് എന്ത് ആത്മാർത്ഥതയാണ് ഈ ലോകത്തിനോടുള്ളത്, നിന്നോടുള്ളത്? അതുകൊണ്ട് നിന്റെ ജീവിതം പ്രൂവ് ചെയ്യാൻ വേണ്ടി നിനക്ക് ആരെങ്കിലും കിട്ടും, അല്ലെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ആരെങ്കിലും ഉണ്ടേലേ പറ്റുള്ളൂ, എങ്കിൽ എന്നെ റിജക്റ്റ് ചെയ്ത ആളുടെ മുമ്പിൽ ഞാൻ എന്തൊക്കെ ചെയ്ത് കാണിക്കും? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? നീ അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചെങ്കിൽ അയാൾ നിന്നെ നോ പറഞ്ഞാൽ ഉടൻ അടുത്ത ആളെ തേടി പോകുന്നതാണോ മഹത്വം? അല്ല. ആര് വേണേ ആയിക്കോട്ടെ, കാത്തിരിക്കുക. ജീവിതം നിന്നെ ഒത്തിരി കാഴ്ചകൾ പഠിപ്പിക്കും. അതിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊള്ളുക, പക്വതയോടുകൂടി തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വലിയ വലിയ അപകടങ്ങളിൽ പോയി ചാടും. ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ യൂത്തിൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ഒരു 21 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഇതാണ്. പ്രത്യേകിച്ച് സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അതിനേക്കാൾ കൂടുതലാണ്. ഒന്ന് നഷ്ടപ്പെട്ട ഉടൻ അടുത്തതിനെ തേടിപ്പോവുക. റിലേഷൻഷിപ്പിൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതിലൊന്നും ഒരു വിശ്വാസമില്ലാതെ, മനസ്സിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് അപകടങ്ങളിൽ ചാടുന്ന ഒത്തിരി പേരെ കാണാറുണ്ട്. പലരും കൗൺസിലിങ്ങിനും മറ്റു പല ആവശ്യങ്ങൾക്ക് സമീപിക്കാറുണ്ട്. പല സ്കൂളുകളിലും കോളേജുകളിലും ക്ലാസ് എടുക്കുമ്പോൾ ഇതാണ് കാണുന്നത്. ഒന്ന് പോകുമ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി അടുത്തതിൻ്റെ പുറകെ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല, അത് മനുഷ്യ സഹജമാണ്. പക്ഷേ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ വാശിക്ക് അടുത്തതിലേക്ക് പോകാതിരിക്കുക. അങ്ങനെ നിങ്ങളുടെ ജീവിതം തകരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈഗോ ഒരിക്കലും നിങ്ങളെ ഭരിക്കരുത്. നിങ്ങളെ വിവേകമാണ് ഭരിക്കേണ്ടത്. അതുകൊണ്ട് വളരെ പക്വതയുള്ള ജീവിതത്തിലേക്ക് പോകട്ടെ. നിങ്ങൾക്ക് അറിയാവുന്നവരും അങ്ങനെ തന്നെ ആകട്ടെ. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.